ഫെബ്രുവരി 28 മുൻപുള്ള ലോകവും ശേഷമുള്ള ലോകവും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ്, നമുക്ക് ഏതൊരു ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും, ഏതൊരു ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാലും, ഏത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആക്സെപ്റ്റ് ദ റിയാലിറ്റിയാണ്. ഫസ്റ്റ് ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കണം. നമുക്ക് റിയാലിറ്റി ചെക്ക് ചെയ്യണമല്ലോ. നമ്മൾ കാര്യങ്ങളിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ത്രെട്ട് വരുന്നത്, 28 സംതിങ് സംഭവിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വിചാരിക്കുന്നത് ഈ ദുബായിലെ എല്ലാ ബിസിനസ്സുകാരെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളുടെ ഒരു ജനറൽ പ്രോസ്പെക്റ്റീവ്. ബട്ട് എനിക്ക് പറയാൻ പറ്റും, കുറേ ബിസിനസ്സുകാരെ ഇത് ബാധിച്ചിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ, ഞാൻ ദേരയിൽ എൻ്റെ ഒരു വൺ ഓഫ് ദ പ്രീമിയം ക്ലയൻറ്റ് ഉണ്ട്. ഒരു മാസീവ് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡിഫറെൻറ്റ് സെക്ടറിലേക്ക് മാസീവ് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഹീസ് വെരി ഗുഡ് ഇൻ ലൈക്ക് ട്രേഡിങ്ങിലുണ്ട്, ഗോൾഡിലുണ്ട്, റിയൽ എസ്റ്റേറ്റിലുണ്ട്, അത്യാവശ്യം എല്ലാ സെക്ടേഴ്സിലും ഇൻവെസ്റ്ററാണ്. പുള്ളിയും ഞാനായിട്ടൊരു പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പം, അതും ഈ ഖത്തറിൽ, അതായത് നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഖത്തറിലൊരു അറ്റംപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ളൊരു സമയമായിരുന്നത്. ആ സമയത്ത് വരെ എന്നോട് ഫറാൻ ഒന്ന് ഹോൾഡ് ചെയ്യണം കാര്യങ്ങൾ, നമുക്കൊന്ന് കുറച്ച് കസ്റ്റമൈസേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. സോ ദർ ഈസ് എ ത്രെട്ട്. ഇയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. അപ്പം ഞാൻ വിടുമോ? ഞാൻ ചോദിച്ചു എന്താണ് സംഭവം. അപ്പം ഈ നമ്മൾ അറ്റാക്ക് ചെയ്ത രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പം പ്രശ്നങ്ങൾ ഇറാൻ്റെ ചെറിയൊരു പേര് പറഞ്ഞു. ഇങ്ങനെ ചെറിയ ജിയോ പൊളിറ്റിക്കലി കുറച്ച് ടെൻഷൻസ് ഉണ്ട്. സോ നമ്മൾ ഇപ്പം കുറച്ച് കെയർഫുൾ ആവണം. സംതിങ് വിൽ ബി ഹാപ്പൺ.